മൂവാറ്റുപുഴ നഗരസഭയുടെ സമഗ്ര വികസന പദ്ധതിയായി നഗരസഭയുടെ നേതൃത്വത്തിൽ പുതിയതായി നടപ്പാക്കുന്ന ഫ്യൂച്ചർ മൂവാറ്റുപുഴ പദ്ധതി പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MPയും MLAയും ഉൾപ്പെടെയുള്ളവർ മികച്ച രീതിയിൽ ഭരണം നടത്താത്തതിനെ തുടർന്നാണ് മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് ഇത്തരത്തിൽ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരേണ്ട സാഹചര്യമുണ്ടായതെന്നും LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. മൂവാറ്റുപുഴ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ഫ്യൂച്ചർ മൂവാറ്റുപുഴ പദ്ധതിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി LDF നേതാക്കൾ രംഗത്തെത്തി. നഗരസഭയുടെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യമെങ്കിൽ MPയും MLAയും നഗരസഭയും അടക്കമുള്ളവർ അതിനായി ഇതിനു മുൻപ് ഒന്നും ചെയ്തില്ലേ എന്ന ചോദ്യമാണ് LDF പ്രവർത്തകർ ഉയർത്തുന്നത്. ഈ നഗരത്തിലെ സുപ്രധാനമായി കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചിട്ട് എന്ത് തീരുമാനമെടുത്തത്? ഇപ്പോൾ മൂവാറ്റുപുഴ MLA ഉൾപ്പെടെയുണ്ട്. നമ്മളിപ്പോൾ എന്നും അദ്ദേഹത്തെ കുറ്റം പറയുകയാണ്, സർക്കാരിൻ്റെതാണെന്ന് പറയും. ഒരു പുതിയ പ്രോജക്റ്റ് അദ്ദേഹം ഈ മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി നടത്തി വരുന്നതായിട്ട് പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം MLA റോഡെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോട്ടർ റോഡിന്റെ വീഡിയോ എടുത്തിട്ട് MLAയുടെ സോഷ്യൽ മീഡിയ ടീം ഇട്ടേക്കുക. നിങ്ങളൊന്ന് എടുത്തു നോക്കുക, ആ റോഡിന്റെ ഫണ്ട് ആരെയാണ്? ആ റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ട് എത്ര നാളായി? ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു സോഷ്യൽ മീഡിയ വർക്കിലേക്ക് മാത്രം ഒതുങ്ങി തീർന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം വസ്തുതാപരമായ ആളുകൾക്ക് മനസ്സിലാവില്ല, അവർക്ക് തന്നെ അറിയാം. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം നഗരസഭാ അധികൃതർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും യാതൊരുവിധ പുരോഗതിയും ഇതിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. സമഗ്ര വികസനം MPയും MLAയും നഗരസഭയും ചേർന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി നഗരസഭയ്ക്ക് ഇപ്പോൾ മുന്നോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാകുകയില്ലായിരുന്നുവെന്നും അവർ പറഞ്ഞു. മൊബൈൽസ് PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.